ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞാൽ മാരുതി സെലേറിയോ അതിൻ്റെ സ്റ്റീരിയോ എങ്ങനെ അഴിക്കാമെന്ന് നോക്കാം. സ്റ്റീരിയോ അഴിക്കുന്ന മെത്തേഡ് എങ്ങനെ അഴിക്കാൻ നോക്കട്ടോ. അപ്പോൾ അത് ബ്ലോവർ മോട്ടറിൻ്റെ അഴിച്ചു വെച്ചില്ല. ബ്ലോവർ മോട്ടറിൻ്റെ വയറിങ് കത്തിയാണ്ടോ കത്തിയിട്ട് അത് റെഡിയാക്കാൻ വേണ്ടി അയച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സ്റ്റീരിയോ എങ്ങനെ അഴിക്കാം. സ്റ്റീരിയോ അഴിക്കാന്നുണ്ടെങ്കിൽ ആദ്യം എന്തൊക്കെ കാര്യങ്ങൾ അഴിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഈ ഒരു സിൽവർ കളർ ഗാർണിഷ് ഉണ്ടല്ലോ, ഇത് അയക്കണം ആദ്യം. ഇത് അയക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് പൊട്ടാനുള്ള ചാൻസ് കൂടുതലുണ്ട്, പെട്ടെന്ന് പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതിവിടെ പൊട്ടിയിട്ടുണ്ട്, ഓൾറെഡി ആദ്യം തന്നെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ ഗാർണിഷ് അയക്കാൻ പോകണം. അപ്പോൾ അത് ജസ്റ്റ് ഒരു കണക്ടർ വെച്ചിട്ട് പതിയെ തിക്കിയെടുക്കണം കേട്ടോ. മുകൾ ഭാഗത്ത് നിന്ന് ആദ്യം തിക്കരുത്, അടിഭാഗത്ത് നിന്ന് തിക്കിയെടുക്കണം. മുകൾ ഭാഗത്ത് നിന്ന് തിക്കിയെടുത്ത് കഴിഞ്ഞാൽ പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആദ്യം അടിഭാഗത്ത് നിന്ന് തിക്കിയെടുക്കുക, കണക്ടർ വെച്ചിട്ട് പതിയെ ഇങ്ങനെ ഓരോ സൈഡിൽ നിന്ന് തിക്കിയെടുക്കുക. ഇതിങ്ങനെ എല്ലായിട്ട് പോരട്ടോ, ഒന്നിച്ച് പോരാ. ഇത് പൊട്ടിയോണ്ടാണ് ഇങ്ങനെ ഓരോ പാർട്ടായിട്ട് പോകുന്നുള്ളത്. അപ്പം ഞാൻ അടുത്ത ഭാഗത്തും കൂടി തിക്കിയിട്ട് ആ ഒരു ഗാർണിഷും കൂടി എടുക്കണം. അതെടുത്ത് ശേഷമാണ് അടുത്ത നമ്മളെ പരിപാടി. കണക്ടർ വെച്ചിട്ട് പതിയെ തിക്കിയെടുക്കണം. ഓവറായിട്ട് തിക്കിയെടുത്ത് കഴിഞ്ഞാൽ തെല്ലും കാര്യങ്ങളൊക്കെ പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് നമ്മൾ ഊരിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് കഴിക്കാനുള്ളത് AC-ൻ്റെ വെൻ്റ് ഉണ്ടല്ലോ, അത് അഴിച്ച് മാറ്റും. അത് അഴിച്ച് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റീരിയോൻ്റെ പണി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അഴിക്കാന്നുണ്ടെങ്കിൽ 2 സ്ക്രൂ ഉണ്ടായിരിക്കും. അപ്പോൾ റൈറ്റ് സൈഡിൽ ഒരു സ്ക്രൂ ഉണ്ടായിരിക്കും, ലെഫ്റ്റ് സൈഡിലും ഇതേപോലെ ഒരു സ്ക്രൂ ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യത്തെ സ്ക്രൂ നമ്മൾ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അത് അഴിച്ചിട്ടുണ്ട്. അടുത്ത ലെഫ്റ്റിലെ സ്ക്രൂ കൂടി അഴിച്ച് മാറ്റിയതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി കേട്ടോ. കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് വലിച്ചെടുത്താൽ മതി. ഓക്കെ, അത് വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒന്നിച്ച് വലിക്കരുത്, അതിലെ അസാഡിൻ്റെ വയറിങ് ഉണ്ടായിരിക്കും. ആ വയറിങ് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുക. മാറ്റിയതിന് ശേഷം ഇതാണ് മാറ്റി വയ്ക്കുക. ഓക്കെ, ആ വയറിങ് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അഴിക്കാനുള്ളത് സ്റ്റീരിയോ വലിക്കുകയല്ല കേട്ടോ. 2 സ്ക്രൂ ഉണ്ടായിരിക്കും. വലിച്ചു കഴിഞ്ഞാൽ അതേപോലെ പൊട്ടും. അപ്പോൾ ഒരു 2 സ്ക്രൂ ഉണ്ടായിരിക്കും. ആ 2 സ്ക്രൂ എവിടെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ. കണ്ടോ, മനസ്സിലാകുന്നുണ്ടോ? ഇതിൻ്റെ ഉള്ളിലാണ് വരുന്നത്. 2 സ്ക്രൂ അഴിക്കുക. അത് അഴിച്ചതിന് ശേഷം ബാക്കിയും പറഞ്ഞുതരാം. 2 സ്ക്രൂ മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഒരു സ്ക്രൂ അഴിച്ചിട്ടുണ്ട്. അടുത്തതാ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ സ്ക്രൂ കൂടി അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റീരിയോന് പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ സ്ക്രൂ അഴിച്ചിട്ടുണ്ട്. ഇനി സ്റ്റീരിയോ വലിക്കണം കേട്ടോ. ഇതോട് വലിച്ചാൽ മതി. വലിച്ചിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതേപോലെ വലിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഗ്ലോ ബോക്സ് ഊരുക. നേരെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കൈയിട്ടിട്ട് സ്റ്റീരിയോ ഉണ്ടല്ലോ അതിൻ്റെ ബാക്കിൽ ജസ്റ്റ് ഒന്ന് തള്ളി കൊടുക്കുക. ഇങ്ങോട്ട് ഇവിടുന്ന് വലിക്കും ചെയ്യുക, ബാക്കിൽ നിന്ന് തള്ളി കൊടുക്കുകയും ചെയ്താൽ നേരെ പോരും. ആ ക്ലിപ്പിൽ ജസ്റ്റ് നല്ല പിടുത്തുണ്ടെങ്കിൽ പോരാൻ നല്ല പണിയാകും. അപ്പോൾ ജസ്റ്റ് അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അതിന് ശേഷം നമുക്ക് സ്റ്റീരിയോൻ്റെ വയറിങ്ങും കാര്യങ്ങളും ഊരിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റീരിയോ മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൽ സ്റ്റീരിയോ അയക്കേണ്ടത് മെത്തേഡ് കേട്ടോ. ആദ്യം ആ ഗാർണിഷ് അയക്കുക, അതിന് ശേഷം AC-ൻ്റെ വെൻ്റ് അയക്കുക, പിന്നെ സ്ക്രൂ ഊരിയിട്ട് സ്റ്റീരിയോ സ്ക്രൂ ഊരിയിട്ട് അതൊന്ന് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് AC-ൻ്റെ സ്വിച്ചും പാനലും കാര്യങ്ങളൊക്കെ അഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെത്തേഡ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റു വീഡിയോ ഉണ്ട്, വീണ്ടും കാണാം.